തിരുവനന്തപുരം കിളിയൂരിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ ദുർമന്ത്രവാദം നടന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണം. പ്രതി പ്രജിന്റെ കുടുംബമാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. പ്രജിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും മുടിയും ബിംബങ്ങളും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അച്ഛൻ ജോസിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ഈ മുറി പരിശോധിച്ചതിൽ നിന്ന് മുടി കണ്ടെടുത്തിരിക്കുന്നു. നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള രൂപങ്ങളൊക്കെ ആ മുറിയിലുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള സാധാരണഗതിയിൽ ദുർമന്ത്രവാദത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കുറേ സാധനങ്ങൾ, അതായത് ഇയാൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണോ ഈ കൊലപാതകം? ശ്രീജ, അത്തരം കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. കാരണം ഈ പറഞ്ഞ കഴിഞ്ഞ 5-ാം തീയതിയായിരുന്നു ഈ ചെരുവിള ബംഗ്ലാവിൽ ജോസ് എന്ന 70-കാരനെ മകൻ പ്രജിൻ ജോസ് വെട്ടിക്കൊലപ്പെടുത്തിയത്. രാത്രിയായിരുന്നു സംഭവം നടന്നത്. അന്ന് സ്വാഭാവികമായും പുറം ലോകം അറിഞ്ഞത്, അല്ലെങ്കിൽ പോലീസിന് നൽകിയ മൊഴി ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തനിക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാൻ സമ്മതിക്കുന്നില്ല എന്നും സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നും പറഞ്ഞായിരുന്നു ഈ യുവാവ് പോലീസ് സ്റ്റേഷനിൽ എത്തി കൃത്യത്തിന് ശേഷം കീഴടങ്ങിയത്. അത് തന്നെയായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജോസിന്റെ ഭാര്യ, അല്ലെങ്കിൽ പ്രജിന്റെ അമ്മ നൽകിയ പുറത്തുവിട്ട ചില നിർണായകമായ വിവരങ്ങളാണ് പുറം ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ, കാരണം ഈ ബന്ധുക്കൾ പ്രജിന്റെ മുറിയിൽ പരിശോധിച്ചപ്പോഴായിരുന്നു ഇത്തരം ബിംബങ്ങളും ഈ കാണുന്ന അസ്വാഭാവികത തോന്നുന്ന പല സംഭവങ്ങളും ആ മുറിയിൽ നിന്ന് കണ്ടെത്തിയത്. ഇത് ഒരു പക്ഷേ ബ്ലാക്ക് മാജിക് പോലുള്ള, അല്ലെങ്കിൽ ദുർമന്ത്രവാദം പോലുള്ള ഏതെങ്കിലും സംഘത്തിൽ ഇവൻ പെട്ടിട്ടുണ്ടോ എന്നുള്ള ആശങ്ക കുടുംബം ഉയർത്തിയിരുന്നു. അത് തന്നെയായിരുന്നു ഇപ്പോൾ ഈ വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള കാരണം. തുടർന്ന് ഈ ആശങ്ക വെള്ളറട പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയായിരുന്നു ജോസിന്റെ പ്രാർത്ഥന. അതുകൊണ്ട് പോലീസ് കാര്യമായ ഒരു ഇടപെടൽ, കാരണം അവിടെ ചടങ്ങുകൾ നടക്കുന്ന സംഭവമായതുകൊണ്ട് കാര്യമായ ഒരു ഇടപെടലിലേക്ക് പോയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഉദ്യോഗസ്ഥർ എത്തി വീണ്ടും ആ റൂമൊക്കെ ഒന്ന് പരിശോധിച്ചെങ്കിലും നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് അസ്വാഭാവികമായ ഒന്നും തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും, പ്രജിന്റെ വരും ദിവസങ്ങളിൽ തെളിവെടുപ്പിന്റെ ഭാഗമായി ഉൾപ്പെടെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ വരാൻ വിവരങ്ങളെ കുറിച്ച് നമുക്ക് നൽകാൻ കഴിയുമെന്നുള്ള ഒരു നിലപാടിലാണ് പോലീസ് നിൽക്കുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയത്തെ പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം ഈ കാര്യം അന്വേഷിക്കുമായിരിക്കാം എന്നും നമ്മൾ കരുതുന്നു. എന്തായാലും ഈ പറയുന്ന ഒരു അസ്വാഭാവികത ഈ വീട്ടിലുണ്ടെന്ന്, ഈ ഇത്തരത്തിൽ ക്രൂരമായ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞു പോയതെന്നും കുടുംബം വെളിപ്പെടുത്തുകയായിരുന്നു. ഈ നിലപാട്ടിൽ തന്നെയാണ് പ്രജിന്റെ ബന്ധുക്കളും, അല്ലെങ്കിൽ ഈ സുഷമ്മകുമാരി, പ്രജിന്റെ അമ്മയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഈ പറയുന്ന എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ അതിന്റെ ചുരുളഴിച്ച് അത്തരം സംഘങ്ങളെ ഉണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ നിയമ നടപടി സ്വീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി, വലിയ ആരോപണങ്ങളാണ് ഈ പ്രജിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. ഈ അച്ഛനെ ഉൾപ്പെടെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു, അടുത്തത് തന്നെയായിരിക്കും ഒരുപക്ഷെ കൊല്ലുക എന്ന് അമ്മ പറയുന്നതായൊക്കെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രജിന്റെ മുറി പരിശോധിക്കുമ്പോൾ അസ്വാഭാവികമായ പലതും കാണുന്നുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നതാണ് ഇനി അറിയേണ്ടത്.